KP ഉദയഭാനു. അന്തരിച്ച പഴയ ഗായകൻ ഉദയഭാനുവല്ല, CPM-ന്റെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഈ കക്ഷി. ഇന്നലെ കോന്നി DFO ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടയിൽ ഇയാൾ കുറെ വിടുവായത്തം വിളമ്പി. എന്തുകൊണ്ടാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലും കേൾക്കാനുള്ള യോഗ്യത ഇവർക്കില്ല എന്നുള്ളതാണ് ഉത്തരം. ഇയാളുടെ പരാമർശം ഇങ്ങനെയായിരുന്നു: ഒരു സ്ഥലത്ത് വീട്ടിൽ നനച്ചിട്ടിരുന്ന തുണിയെല്ലാം കുരങ്ങ് എടുത്തുകൊണ്ടുപോയി. നമ്മൾ പണ്ട് പറയുമായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു സ്ത്രീകളുടെ എല്ലാം തുണികളെല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നതെന്ന്. ഇങ്ങനെയായിരുന്നു ഇയാളുടെ പരാമർശം. മുമ്പ് ഭാഗവതത്തെയും ഉദയഭാനു അവഹേളിച്ചിരുന്നു. ആനയെയും പന്നിയെയും പുലിയെയും മറ്റും പൂജിക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു ആ പരാമർശം. അതെ, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവർ പല മൃഗങ്ങളെയും പൂജിക്കും. അതിന് നാട്ടിൽ കിടക്കുന്ന കമ്മികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അയ്യപ്പന്റെ വാഹനം പുലിയാണെന്നാണ് വിശ്വാസം. ഗണപതിയുടേത് എലിയും, മുരുകന്റേത് മയിലും, പരമശിവന്റേത് കാളയുമാണ് എന്നൊക്കെയാണ് വിശ്വാസം. അതിനിവിടെ ആർക്കും ദോഷമൊന്നുമില്ലല്ലോ. എന്തായാലും ഇവരൊക്കെ പിണറായി വിജയനെ പുകഴ്ത്തുകയും വാഴ്ത്തുപാട്ട് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അത്രത്തോളം നാണക്കേടൊന്നും മൃഗങ്ങളെ പൂജിക്കുന്നവർക്ക് വേണ്ടല്ലോ.